ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെമിസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറി, നമ്മളെ ചെറി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചെറി, പിന്നെ കാരക്ക, പിന്നെ കറുത്ത മുന്തിരി, അതുപോലെ തന്നെ വെളുത്ത മുന്തിരി, പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്. അപ്പോൾ ഗ്രീന്, റെഡ്, യെല്ലോ ഈ 3 കളർ ഞാൻ മിക്സ് ചെയ്തിട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുത്തണേ. അപ്പോൾ ഇനി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമുക്ക് സോക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ എടുത്ത എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഈ ഒരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ, നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് എടുക്കാൻ പറ്റിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊന്ന് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഏകദേശം കുറച്ച് വേണം, കുറച്ച് മണിക്കൂറോളം നിങ്ങളിത് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിത് ഒരു ദിവസത്തോളം വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇതാ ഒരു 24 ഹവറോളം ഞാൻ ഇത് സോക്ക് ചെയ്യാൻ വെച്ച് ഇത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി ഞാൻ പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള ഷുഗർ കാരമലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഷുഗർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, മെൽറ്റ് ചെയ്യുക. അതാണ് കാരമലൈസ് ഷുഗർ. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഇത് ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാരമലൈസ് ഷുഗർ വേഗം കട്ട പിടിക്കും കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. അപ്പം വാട്ടർ ആഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, കുറച്ച് അകന്നിരുന്ന് വേണം വാട്ടർ ഒഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. വാട്ടർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. അപ്പോഴും നമ്മൾ സൂക്ഷിക്കണം, കാരണം വേഗം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കാരമലൈസ് ഷുഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് സെറ്റായി, നമുക്ക് അടുത്ത ഘട്ടത്തേക്ക് നീങ്ങാം. അപ്പോൾ ഇനി നമുക്ക് പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ്, ഞാൻ അവിടെ ഒരു ഗ്ലാസ് ആയിട്ട് എടുത്തിട്ടില്ല, അപ്പോൾ 1 കപ്പ് മൈദ ഇടുക. പിന്നെ ഓരോ ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, പിന്നെ പട്ട, പൂവ്, ജാതിക്ക എന്നിവയുള്ള മിക്സ് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം 3 തവണയെങ്കിലും നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എന്നാലും നമ്മളെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ 3 തവണയും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ മിക്സ് ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടെ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഷുഗർ അധികമൊന്നും ആവശ്യമില്ലാത്തവർക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് ടേസ്റ്റ് ഷുഗർ കുഴപ്പമില്ല, അതുകൊണ്ട് നല്ലോണം ഷുഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഇടുക. പിന്നെ 2 എഗ്ഗ് ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി എടുത്തു വെച്ചിനി, അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ കുറച്ച് ടേസ്റ്റും ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ എസെൻസ്, പിന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ, ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പ്രത്യേകിച്ച് പ്ലം കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ
നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ജെൽ ആഡ് ചെയ്യുന്ന കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വെച്ച പാനിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ആ മിക്സ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് 2 വട്ടം ഒന്ന് കൊട്ടി കൊടുക്കുക. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റൊരു കട്ടിയുള്ള വേറൊരു പാത്രം ഇതിൻ്റെ അടിയിൽ വെച്ചെടുത്തിട്ടുണ്ട്. കാരണം വേഗം കരിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ഞാൻ കേക്കിൻ്റെ ആ ഒരു പാത്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാം. അപ്പോൾ ഈ കേക്ക് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തുറന്ന് നോക്കരുത്. കാരണം നമ്മുടെ കേക്കിൻ്റെ സ്ട്രക്ചർ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ ഇതാ ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കാഷ്യൂ നട്ടും ചെറിയൊക്കെ കേക്ക് അകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിൻ്റെ എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട് ബാക്കിയുണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു. ബൈ.